ഈ മീറ്റിംഗ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ തിരക്കില് ആണ് ഇന്ന്. ഇത് കഴിഞ്ഞിട്ട് ഉടനെ വേറൊരു ഭാഷയിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഫോൺ കോളുകൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ സമയത്തിന് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ ബഹുമാനപ്പെട്ട ജോർജ് സാർ ഈ സൂം ഒക്കെ ചെയ്യുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടാണ്. എന്ന് വെച്ചാല് ആഴ്ചയിൽ അനേക പ്രോഗ്രാമുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ടൈം, എന്റെ ടൈം, നിങ്ങളുടെ എല്ലാം ടൈം വളരെ വിലയേറിയതാണ്. അപ്പൊ നമ്മൾ ആ സമയത്തിന് ജോയിൻ ചെയ്യുകയും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതൊന്നും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ചിലർക്കൊക്കെ ചില വിഷയങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്. ചിലർക്ക് പുതുമയാകാം, ചിലർ 2-3 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ഒരു വൃഥാവായിട്ട് തീരത്തില്ല. ഇത് നിങ്ങൾ എല്ലാവരും ക്രിസ്തീയ ശുശ്രൂഷയിൽ ഇരിക്കുന്നവരായതുകൊണ്ടും പാസ്റ്റർമാര് അല്ലെങ്കിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഗ്രേസ് ക്ലെമന്റ്, എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ബാച്ചിലെ ആളാണെന്ന് തോന്നുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നിലമ്പൂരി വന്നപ്പോൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പാടി. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പാടിയത്. നമ്മളിൽ എത്ര പേര് അതിന്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമ്മോട് തന്നെ നമ്മളൊന്ന് ചോദിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ആ പാട്ടിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നവരാകുന്നു എങ്കിൽ നമ്മളുടെ ജീവിത രീതികളൊക്കെ ഒത്തിരി മാറി മറിഞ്ഞു പോകും. ഉദാഹരണമായിട്ട്, ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയറായ വ്യക്തിയാണ്. ഞാൻ വിശ്രമ ജീവിതം നയിക്കേണ്ട ആളാണ്. ചിലപ്പോ നിങ്ങളെക്കാൾ എല്ലാം പ്രായം എനിക്കുണ്ട്. അപ്പൊ ഞങ്ങള് ഈ പ്രായത്തിലും ഇത്രയും ഓടി നടന്നധ്വാനിക്കുന്നത് ഈ വിഷയത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മളുടെ മനസ്സിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടായിരിക്കണം. വേറൊരു കാര്യം, ഈയിടെ ഇന്നാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഒരു മഹാന്, വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. പറഞ്ഞാൽ പലർക്കും നിങ്ങളുടെ പേരുകൾ പറഞ്ഞാലൊക്കെ അറിയാം. അദ്ദേഹം മാനസിക രോഗത്തെ കുറിച്ച് വേറൊരാൾ എഴുതിയ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, കർത്താവിനെ അങ്ങ് സ്വീകരിച്ചാൽ എല്ലാ പ്രശ്നവും മാറുമെന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം. വിഡ്ഢിത്തരങ്ങൾ നമ്മൾ പറയരുത്. വിഡ്ഢിത്തരങ്ങൾ അത് അനേകരെ തെറ്റിലേക്ക് വഴി നടത്തുന്ന ഒരു വാക്കാണത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെങ്കിൽ അവന് സുബോധമുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്ന് അവനെ സുബോധത്തിലേക്ക് കൊണ്ടുവരണം. മാനസിക രോഗികളായിരിക്കുന്ന അനേക വ്യക്തികൾക്ക് അവരോട് സുവിശേഷം പറഞ്ഞാലോ പ്രാർത്ഥിച്ചാലോ ഒന്നും അവർക്ക് മനസ്സിലാകുകയില്ല. അത് തല കുലുക്കിയത് കൊണ്ടോ ബഹളം കാണിച്ചത് കൊണ്ടോ തമ്പേറടിച്ചത് കൊണ്ടോ അത് മാറത്തില്ല. അവന് പ്രാർത്ഥനയില് അവന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. അല്ലെ മരുന്ന് പ്രവർത്തിക്കണം, അല്ലെ കൗൺസിലിംഗ് പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട ജോസഫ് സാറ് തുടക്കത്തിൽ പറഞ്ഞു,
ചിലര് എല്ലാം പിശാചുബാധയാണെന്ന് പറയും. ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊക്കെ തുടക്കത്തിൽ പറയാം. ദയവ് ചെയ്ത് ഇന്ന് മുതൽ അത് പറയരുത്. അറിവില്ലായ്മ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം എന്ന് ആമുഖമായിട്ട് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ലോകത്തിൽ അനേക കോടി ജനങ്ങൾ, ഇംഗ്ലീഷിൽ 1 മില്യൺ എന്ന് പറയാം. എത്ര കോടിയാണെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഓർമ്മയുണ്ടാൽ എന്ന് പറഞ്ഞേക്കണം. 100 കോടി 100 കോടി 100 കോടി. അതിൽ കൂടുതൽ ആളുകൾ മാനസിക വിഭ്രാന്തി ലോകത്ത് ജീവിക്കുന്നവരാണ്. അത് വലിയ ഒരു സംഖ്യയാണ്. 11 വർഷത്തിന് മുമ്പ്, അല്ല 10-12 വർഷത്തിന് മുമ്പ് ഒരു പേപ്പറിൽ ഞാൻ വായിച്ചു, ഒരു മെഡിക്കൽ ജേർണലിൽ യുണൈറ്റഡ് നേഷൻസ് നടത്തിയ ഒരു പഠിത്തത്തിൽ നിന്ന് പറഞ്ഞു, ഏകദേശം 45% വ്യക്തികൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അർത്ഥം മാനസിക രോഗമായിട്ട് അവർ മരുന്ന് കഴിക്കണമെന്നല്ല. വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ സഭകളിലും, നമ്മുടെ വീടുകളിലും മാനസിക രോഗം അനുഭവിക്കുന്നവരാണ്. ഏകദേശം 15% ലോകത്തിന്റെ പോപ്പുലേഷൻ മാനസിക രോഗമുള്ളവരാണ്. അവരോടൊക്കെ നിങ്ങള് കർത്താവിൽ അങ്ങ് വിശ്വസിക്കെന്നും പറഞ്ഞ് ഒരു പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ കങ്ങൾ ശരിയാകുമെന്നുള്ള ബുദ്ധിമോശമൊന്നും നിങ്ങൾ കാണിക്കരുത്. ആങ്സൈറ്റി ഡിസോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഉത്കണ്ഠ. ഏകദേശം 19% ആളുകൾക്ക് ആ രോഗമുണ്ട്. ഡിപ്രഷൻ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് പറഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈ ഇങ്ങനെ നേരെ ഇരിക്കുമ്പോൾ ഒരു ഇടി കിട്ടിയാൽ താഴെ പോകുന്ന അവസ്ഥ. അത് പല രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ട്. ചില ഡിപ്രഷന് കൗൺസിലിംഗ് കൊണ്ടും ആത്മീയ കൂട്ടായ്മ കൊണ്ടും ഒക്കെ മാറ്റം വരുത്താം. എന്നാൽ ചില ഡിപ്രഷന് മരുന്ന് അത്യാവശ്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതേ ദൈവം നമുക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയാം, വളരെ സിമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയുന്നത്. ആഹാരം കഴിച്ചാലേ വിശപ്പ് മാറത്തുള്ളൂ. അതിന് നമ്മളെല്ലാം ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ആഹാരം കഴിക്കും, വെള്ളം കുടിക്കും. എന്നാ പിന്നെ അതങ്ങ് പ്രാർത്ഥിച്ചോണ്ടിരിക്കത്തില്ലയോ, ദൈവമേ എനിക്ക് ഇന്നത്തെ ലഞ്ച് എന്നെ വയറ്റി തരണേന്നും പറഞ്ഞു. അല്ലെ വൈകുന്നേരത്തെ ദൈവമേ എനിക്ക് ഇന്നലെ വൈകിട്ടത്തെ ശാപ്പാട് എൻ്റെ വായിലോട്ട് തരണം, എനിക്കങ്ങ് തന്നേച്ചാ അത് വായിക്കൂടോ എവിടെ കൂടോ എല്ലാം ദൈവം തന്നോട്ട്. ആരെങ്കിലും ചെയ്യുമോ അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ? നമ്മൾ ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ആഹാരം കഴിക്കണമെന്നുള്ളത്, അത് നമ്മൾ കഴിക്കുന്നു. മാനസിക രോഗം ഉള്ളവർക്ക് ഏകദേശം 20 വർഷങ്ങൾ വരെ, 10 മുതൽ 20 വർഷങ്ങൾക്ക് വരെ അവർക്ക് ജീവിതം കുറഞ്ഞു പോകും. വലിയ ഒരു പ്രശ്നമാണ്. 100 കോടിയിൽ അധികം രൂപ ഈ ലോകത്തിൽ ഇന്ന് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. മരുന്നിന്, ബിൽഡിങ്ങിന്, ചികിത്സയ്ക്ക് വേണ്ടി. പ്രായമനുസരിച്ച് നോക്കിയാൽ എല്ലാ പ്രായ ഗ്രൂപ്പിലുള്ളവർക്കും ഈ രോഗമുണ്ട്. അതിനെക്കുറിച്ച് അല്പം കഴിഞ്ഞ് ഞാൻ വിവരിച്ചു പറയാം. കോവിഡ് പോലുള്ള രോഗങ്ങൾ വന്ന സമയത്ത് മാനസിക രോഗങ്ങൾ വർദ്ധിക്കുവാൻ തുടങ്ങി. കാരണം ആളുകൾ വീട്ടിൽ
ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പറയുന്നത്, നിങ്ങള് സമൂഹവുമായിട്ട് ഇടപെടണം, വെളിയിൽ പോകണം, പിക്നിക്കിന് പോകണം, ചിരിക്കണം, വർത്താനം പറയണം, തമ്മിൽ കണ്ടുമുട്ടി ആഹാരങ്ങൾ കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ദൈവം പോലും 7-ാമത്തെ ദിവസം വിശ്രമിച്ചതായിട്ടാണ് കാണുന്നത്. വിശ്രമം നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതിയുണ്ട്. ഇനി ആ വിഷയം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും പറഞ്ഞാൽ ആ വിഷയം നീർക്കുകയാണ്. ഇന്ന് ലോകത്തിലുള്ള ഈ 100 കോടി മാനസിക രോഗികൾക്ക് എല്ലാവർക്കും ചികിത്സ ലഭിക്കുന്നില്ല. അതിൽ 25% ഏകദേശം ആളുകൾക്ക് മാത്രമേ ചികിത്സ ലഭിക്കുന്നുള്ളൂ. അതായത് 75% വ്യക്തികൾക്ക് ഇന്ന് ചികിത്സ ലഭിക്കുന്നില്ല. പല രാജ്യങ്ങളിലെ അവസ്ഥ നോക്കിയാൽ, അനേക രാജ്യങ്ങളിലെ ബഡ്ജറ്റ് നോക്കിയാൽ മെന്റൽ ഹെൽത്തിന് വളരെ ചെറിയ തുക മാത്രമേ വെക്കത്തുള്ളൂ. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ പോയിട്ട് ഒരാള് ഒരു വലിയ നല്ല ആർട്ടിക്കിൾ എഴുതി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മലയാളത്തിലാണ്. നമ്മൾ ഈ വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം. നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ പഠിക്കണം, വായിക്കണം, ചിന്തിക്കണം, ചോദിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ പണമില്ലാത്തതൊരു വലിയ പ്രശ്നമാണ് മാനസിക രോഗം എന്നുള്ള വിഷയം വരുമ്പോൾ. നിങ്ങളുടെ ഏതെങ്കിലും ചർച്ചിൽ മാനസിക രോഗികളെ സഹായിക്കാനായിട്ട് ഒരു 100 രൂപ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കണം. കോടിക്കണക്കിന് ജനങ്ങൾ മാനസിക രോഗമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ഒരു 100 രൂപ നിങ്ങളുടെ ചർച്ചിന്റെ ബഡ്ജറ്റിൽ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളവർ എന്നെ ഒന്ന് വിളിച്ചു പറയണം. എന്റെ നമ്പർ ജോസഫ് സാറിനോട് ചോദിച്ചാൽ കിട്ടും. ഉണ്ടെങ്കിൽ തന്നെ വിരളയിലെണ്ണാൻ ചർച്ചുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നുള്ള വലിയ ഒരു പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു സ്റ്റിഗ്മയുണ്ട്. സ്റ്റിഗ്മയുടെ മലയാളം വാക്ക് എന്നാ ജോസഫ് സാറേ? എന്ന് പറഞ്ഞാൽ ഒരു മുറിവ്, അതായത് അത് പറയാനും സംസാരിക്കാനും ഒരു ലജ്ജ. ഒരു ലജ്ജ. അതായത് ഇതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം കുറച്ചേ പറയത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ മകനോ മകളോ ഈ അസുഖം ഉണ്ടെങ്കിൽ, അയൽവക്കാരനുണ്ടെങ്കിൽ നമ്മൾ ശബ്ദം ഉയർത്തി പറയത്തില്ല. ഇതിനെക്കുറിച്ച് എന്താണ്ട് ഒരു വലിയ തെറ്റിദ്ധാരണയാണുള്ളത്. നാണംകേട്. പിന്നെ പല കൾച്ചറുകളിൽ മാനസിക ലോകത്തെ നമ്മൾ പുച്ഛമായിട്ടാണ് കരുതുന്നത്. നമ്മൾ ആരും, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും അതിന് പുറകിലല്ല. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഓടൻ പിശാച് ബാധ, അറിവുകേടിന്റെ അങ്ങേ അറ്റത്തെ ഒരു വാക്കാണ്. അത് പറഞ്ഞ് അങ്ങ് ശീലിച്ചു പോയി. പുൾപിറ്റുകളിലും കൺവെൻഷനുകളിലും പ്രാർത്ഥന യോഗങ്ങളും ഇതിന് ദയവ് ചെയ്ത് ഈ വാക്ക് പറയരുത്. പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾ വളരെ കുറവാണ്. എനിക്ക് പണ്ട് ഊട്ടിയിൽ ഓഫീസ് ഉണ്ടായിരുന്ന സമയത്ത് കോയമ്പത്തൂർ വരെ മൈസൂർ വരെ ഉള്ള ഏക വ്യക്തി അന്ന് ഞാനായിരുന്നു. ഇന്ന് കൗൺസിലേഴ്സിന്റെ സംഭവങ്ങളൊക്കെ നമ്പറുകളൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള സ്ഥാപനങ്ങൾ ഇന്ന് വളരെ കുറവാണ്. ഹോസ്പിറ്റലുകൾ,
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് അനേക രോഗികളെ മരത്തിന്റെ തൂണേൽ കെട്ടി ചങ്ങലയിൽ ഇട്ടവര്, കല്ലേലൊക്കെ ബന്ധിച്ച് കിടന്നവര്, തീ കൊണ്ട് ചത്ത സംഭവങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മ ചിലർക്കേലും കാണാം. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. മനുഷ്യന്റെ പോവർട്ടി, യുദ്ധങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് മാനസിക രോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ദൈവം കരുണ കാണിച്ച് ഗാസയിലെ യുദ്ധം തൽക്കാലത്തേക്ക് ഇപ്പം അത് പരിപൂർണമായിട്ട് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ കൊണ്ട് അനേക വ്യക്തികൾക്ക് മാനസിക പ്രയാസങ്ങൾ, വൈകല്യങ്ങൾ ഒക്കെ ഉണ്ടാകും. അനേക വർഷത്തെ കൗൺസിലിങ്ങിനും ചികിത്സയ്ക്കും അനേക വ്യക്തികൾ പോകേണ്ടതായിട്ട് വരും. സ്ഥിരമായിട്ട് കേട്ട വെടിയുടെ ശബ്ദം, കഷ്ടപ്പാടുകളെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങൾ തീരെ ഒരു മോശമായ വിഷയമൊന്നും കളയരുത്. ഒക്ടോബർ മാസം 10-ാം തീയതി വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ഒക്ടോബർ മാസം അമേരിക്കയിൽ മെന്റൽ ഹെൽത്ത് മന്താണ്. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ചർച്ചിൽ ഇതുവരെയായിട്ട് ഒരു ദിവസം ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസംഗം ചെയ്യാനോ ക്ലാസ് എടുക്കാനോ നിങ്ങൾ ആരെങ്കിലും തുനിഞ്ഞിട്ടുണ്ടോ? ഒരാഴ്ച മാനസിക രോഗത്തെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ ചെലവഴിക്കണം. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു പ്രസംഗം ചെയ്യണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, ചില പേരുകൾ ഞാൻ പറയാം. സ്വീഡൻ, നോർവേ, ജർമ്മനി, ലക്സംബർഗ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ. ഇനി പ്രായത്തിന്റെ ഒരു കണക്ക് പറയാം. 0 മുതൽ, ജനിക്കുന്ന സമയം മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ADHD എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് പറയും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അവരൊരു സ്ഥലത്ത് പെട്ടെന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല, ഓടി നടന്നുകൊണ്ടിരിക്കും. ഒരു ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. പിന്നെ ഉത്കണ്ഠ കൊണ്ട് ജീവിതം തകരാറായ വ്യക്തികളുടെ ആ ഉത്കണ്ഠയുടെ പ്രശ്നങ്ങൾ ചിലപ്പം ചെറുപ്രായത്തിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ വേറൊരു രോഗമാണ് OCD. നിങ്ങൾ കേട്ട് കാണും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒരു കാര്യം തന്നെ വീണ്ടും ചെയ്യണമെന്ന് തോന്നും. കൈ കഴുകിയ വ്യക്തി വീണ്ടും കൈ കഴുകണമെന്ന് തോന്നും. ലോക്ക് ചെയ്ത ഡോറുകൾ വീണ്ടും വീണ്ടും തുറക്കണമെന്ന് തോന്നും. ചെറുപ്രായത്തിൽ തുടങ്ങുന്ന രോഗങ്ങളാണ്. നിങ്ങൾ ഉടനെ ദയവ് ചെയ്ത് പറയല്ല അത് ബന്ധനമാണെന്നും പറഞ്ഞിട്ട്. അല്ലെ അവനെ ബാധിച്ചിരിക്കുകയാണ്. അഡൾസൻസ് 13 മുതൽ 18 വരെയുള്ള വർഷങ്ങളിലാണ് അത് തുടങ്ങുന്നത്. ഡിപ്രഷൻ, ആങ്സൈറ്റി പ്രോബ്ലംസ്, ഈ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അങ്ങ് വല്ലാതെ തിന്നോണ്ടിരിക്കും, അല്ലെ ഒരേ ആഹാരം വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അതൊരു പ്രോബ്ലമാണ്. അതിന് ചികിത്സകളുണ്ട്. പിന്നെ സ്കിസോഫീനിയ, ഞാൻ മുമ്പ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ റോഡിലൊക്കെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ അയൽവക്കത്തിൽ തന്നെത്താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്.
അവര് നമ്മൾ കാണാത്ത കാഴ്ചകൾ അവര് കാണുന്നുണ്ട്. ആ പുള്ളി, എനിക്കറിയാവുന്ന ഒരു വലിയ ഒരാളുണ്ട്, പ്രാസംഗികനാ. പുള്ളി പറയുന്നത് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നെന്നാ. പക്ഷെങ്കിൽ പുള്ളി കേൾക്കുന്നത് അത് രോഗത്തിന്റെ ശബ്ദമാണ്. പുള്ളിയെ എല്ലാ 4 മാസം 5 മാസം കൂടുമ്പോൾ ആളുകൾ ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തും. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഉടനെ പറയും ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറയും. അത് കേട്ട് വിശ്വസിക്കാൻ കുറച്ച് പേര് കൂടെ ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്, അല്ല കഥയല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മള് ഈ ഈ ഈ ഈ ശബ്ദങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊന്ന് വളരെ ശ്രദ്ധയോട് കേൾക്കണം. 13 മുതൽ 18 വയസ്സ് വരെ ആ രോഗം ഉണ്ടാകാം. പിന്നെ 19 മുതൽ 24 വരെ വയസ്സങ്ങളിൽ മൂഡ് ഡിസോർഡർ, നമ്മൾ ബൈപ്പോളർ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ, നേരഭേദ രോഗങ്ങൾ എന്നൊക്കെ ഏതാണ്ടൊരു വാക്കുണ്ടല്ലോ. അതായത് രാവിലെ അവന് കുഴപ്പമില്ല, വൈകുന്നേരം കുഴപ്പമുണ്ട്. ബൈപ്പോളർ. പിന്നെ ആ സമയത്താണ് മദ്യപാനം, മയക്കുമരുന്നിനൊക്കെ അടിമയാകാനായിട്ട് പോകുന്നത്. ഇത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തി ചൂസ് ചെയ്യുന്നതല്ല. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇതങ്ങ് വേണ്ടാന്ന് വെക്കാമെന്നുള്ള. ഇല്ല സഹോദര സഹോദരി, ഒക്കത്തില്ല. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാം. നിങ്ങളത് പ്രാർത്ഥിച്ചോ, എനിക്കതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ നിന്റെ തോന്നലാണ്. നീ വിചാരിച്ചാൽ ഇതൊക്കെ മാറുമെന്നുള്ള വിഡ്ഢിത്തരങ്ങൾ നമ്മൾ പറയരുത്. അവന്റെ മനസ്സിന്റെ അവസ്ഥ അതുപോലാണ്. അവന്റെ ബ്രെയിനിലെ കെമിക്കൽസിന്റെ മാറ്റം കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലേ, നീ ഏതാണ്ട് പാപം ചെയ്തത് കൊണ്ടാണ്, അല്ലേ നിന്റെ സ്വഭാവം മോശമായത് കൊണ്ടാണ്, അല്ലേ നീ ഏതാണ്ട് തെറ്റായ തീരുമാനമെടുത്തത് കൊണ്ടാണെന്നൊന്നും പറയരുത്. മദ്യപാനം, മയക്കുമരുന്നൊക്കെ ഏകദേശം ആ കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ വരുത്താം. അവരെ സ്വയമായിട്ട് വരുത്തി വെക്കുന്നതാണ്. പക്ഷെ അവരുടെ ബ്രെയിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയത്തില്ല. ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു രോഗമാണ് സ്കിസോഫീനിയ. ഏകദേശം 12 വയസ്സ് 13 വയസ്സ് മുതലാണ് ആരംഭം തുടങ്ങുന്നത്. പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പഠിത്തത്തിന് ഒരു കുറവ് സംഭവിക്കാം. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ കൊടുക്കേണ്ട വില കൊടുത്തു വേണം കാണാനായിട്ട്. അല്ലാതെ ചുമ്മാതെ അതും ഇതും പറഞ്ഞ് അതിനെ കളയരുത്. വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതിന് ഷോർട്ട് ഫോമിൽ പറയും PTSD എന്ന് പറയും. ഞാനിപ്പം പറഞ്ഞ ഗാസയിലെ സംഭവം, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പട്ടാളക്കാർക്ക് ഒക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്. നിങ്ങളിപ്പം വഴിയാത്രയിൽ പോകുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, അതിന്റെ ഫലമായിട്ട് PTSD എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും. അതിന് ചികിത്സകളുണ്ട്, അതിന് പരിഹാരങ്ങൾ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ബഹുമാനപ്പെട്ട ജോസഫ് സാർ പറഞ്ഞ ഒരു വിഷയം അദ്ദേഹം എന്നോട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പറഞ്ഞ് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന്. ഈ മൈനറായിട്ടും മേജറായിട്ടുമുള്ള മെന്റൽ ഇൽനെസ്സിനെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകൾ ധാരാളമുണ്ട്. വലിയ മാനസിക രോഗങ്ങളാണേലും നമ്മൾ എന്ന് അവരോട് ഒരു വാചക കസർത്ത് നടത്തി പറയും, ഇതെല്ലാം നിന്റെ തോന്നലാടാ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എടാ, കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അവന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം.
ഇപ്പൊ യേശുവിന്റെ അടുക്കൽ ഒരു വ്യക്തിയെ മേളത്തെ എന്താ റൂഫ് അല്ലയോ, അങ്ങനല്ലയോ ജോസഫ് സാറേ, മേൽക്കൂര പൊളിച്ചിട്ട് ഇറക്കിക്കൊണ്ടെന്നല്ലയോ പറയുന്നത്. അതെ അതെ. കാരണം ക്രൗഡ് ഒത്തിരി ആയിപ്പോയി. അവരുടെ വിശ്വാസമാണ് അവനെ മേൽക്കൂര പൊളിച്ച് താഴെ കൊണ്ടുവരാൻ ഇടയാക്കിയത്. നിങ്ങൾ ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ, പക്ഷെ ദയവ് ചെയ്ത് അവനോട് പറയല്ല നിന്റെ കയ്യിലിരിപ്പായി കുഴപ്പമെന്നുള്ളത്. അവനത് കേൾക്കുമ്പം വിഷമമാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. അവന് തീരുമാനമെടുക്കാനോ പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നും അവന്റെ മനസ്സ് അവനെ അനുവദിക്കുന്നില്ല. അവനും അറിയത്തില്ല എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നെന്നുള്ളത്. ഈ മൈനർ മെന്റൽ ഇൽനസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ സാധാരണ 1-2 കാര്യങ്ങളുണ്ട്. ഈ ഉത്കണ്ഠ, അല്ലെങ്കിൽ നിരാശ, ഡിപ്രഷന്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൾ ആദ്യത്തെ 1 മാസം 2 മാസം 3 മാസം ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാകും. സ്കൂളിൽ ഹോസ്റ്റലിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു 1-2 മാസത്തേക്ക് അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാകും. അവർക്ക് കൗൺസിലിങ്ങും സഹായങ്ങളും ഒക്കെ ചെയ്താൽ അതങ്ങ് മാറിപ്പോകും. ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ കഴിഞ്ഞത് മാറുന്നില്ലെങ്കിലാണ് നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നത്. അപ്പൊ അതാണ് മൈനർ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഈ മൈനറായിട്ടുള്ള മാനസിക രോഗങ്ങൾക്ക് സഭയും പാസ്റ്ററും അച്ഛനും പുരോഹിതന്മാരും മതനേതാക്കന്മാരും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഒക്കെ വളരെയധികം സഹായം ചെയ്യാം. അവർക്കെല്ലാം മരുന്ന് വേണമെന്നില്ല. അവരെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാം, അവരെ വിളിക്കാം, അവരെ സഹായിക്കാം. അതാണ് മൈനർ എന്ന് പറയുന്നത്. കാരണം അവർക്ക് രോഗം മൂർച്ഛിച്ചിട്ടില്ല, അല്ലെങ്കിൽ മൂർച്ഛിക്കുന്നതിന് മുമ്പ് അതിനെ മാറ്റാവുന്നതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ മേജറായിട്ടുള്ള അനേക രോഗങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ പല രോഗങ്ങളും, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ പോയി കാണണം. അപ്പൊ അങ്ങനെ 2 രീതിയിലുള്ളതുണ്ട്. ചെറിയ രീതിയിലുള്ള മാനസിക രോഗങ്ങൾ, അത് കൗൺസിലിംഗ് കൊണ്ടും മരുന്നില്ലാതെയും ചർച്ചുകളുടെ സപ്പോർട്ട് കൊണ്ടും ഒക്കെ അത് പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ അത് മേജർ ആണെങ്കിൽ അവർക്ക് മരുന്ന് വേണം, പ്രാർത്ഥന വേണം, അവർക്ക് കൈത്താങ്ങൽ വേണം. ചിലര് നിത്യ രോഗികളായി തീരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിസോഫീനിയ, ബൈപോളർ ഡിസോർഡർ, മൂഡ് സ്വിങ്ങുകള്, വലിയതായിട്ടുള്ള ഡിപ്രഷൻ, OCD, PTSD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിനെക്കുറിച്ച് ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ലാവരുടെ അറിവിന് വേണ്ടി പറയുന്നതാണ്. എൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന വ്യക്തി സുന്ദരയും സുശീലയും, സുശീല നല്ല വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു, സുന്ദരിയും എല്ലാവിധ ഗുണങ്ങളുമുള്ള പക്വതയുള്ള, ചർച്ചിലൊക്കെ വന്ന ഫ്രണ്ടിലിരുന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഏത് ഭാഷയും പുള്ളിക്കാരി പറയും. അവളെ കാണുന്ന എല്ലാവരും വിചാരിക്കും ഇവളെ എന്റെ ഭാര്യയായിട്ട് കിട്ടുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. ആ വ്യക്തിയുടെ ഒരു കഥ എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്.
നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. അവൾ 12 വയസ്സ് ആയപ്പോൾ മുതൽ പുരുഷന്മാരുമായിട്ട് അവൾക്ക് അടുപ്പം തോന്നി. അവരുടെ കൂടെ കിടന്നുറങ്ങത്തുള്ളൂ. അതായത് കൊച്ചു കുട്ടികൾ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവൾക്ക് ആൺപിള്ളേരുടെ കൂടെ ഇരുന്നേലേ അവൾക്ക് ഉറക്കം വരുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവളെ എയർ ഹോസ്റ്റസ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. മാതാപിതാക്കന്മാർ വിട്ടില്ല. അവളെ നേഴ്സിങ്ങിന് വേണ്ടി പോയി. ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ അവൾ ചെയ്തപ്പോൾ ഏകദേശം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അവിടുത്തെ സിസ്റ്റേഴ്സ്, 6 അച്ഛന്മാരുടെ കുപ്പായം അവൾ ഓൾമോസ്റ്റ് തെറിപ്പിച്ചു. ഭാഗ്യത്തിന് തെറിച്ചില്ല. രാഷ്ട്രീയക്കാര് മതഭേദമില്ലാതെ അനേകരുമായിട്ട് അവൾ കിടക്ക പങ്കിട്ടു. ഓരോ സമയത്തും ഓരോ കഥകൾ പറയും. മാതാപിതാക്കന്മാര് വേദനയിൽ അവരുടെ അന്ത്യകാലം കഴിഞ്ഞവർ മരിച്ചുപോയി. ആങ്ങളമാരും പെങ്ങന്മാരും ദുഃഖത്തിൽ കഴിഞ്ഞു. അവള് ഇന്ന് കോട്ടയത്ത് മുങ്ങിയാൽ നാളെ അവള് പൊങ്ങുന്നത് ലൈബീരിയയിലായിരിക്കും. അവിടെ മുങ്ങിയാൽ അവൾ വീണ്ടും പൊങ്ങുന്നത് ഹോങ്കോങ്ങിലായിരിക്കും. ഏത് സർട്ടിഫിക്കറ്റും അവൾക്ക് ഉണ്ടാക്കാൻ കഴിവുള്ളൂ. പക്ഷെ ആർക്കും പിടികൊടുക്കത്തില്ല. കാരണം ആത്മീയത്തിൽ വളരെ മുമ്പിലാണ്. സ്വന്തം ഭർത്താവിന്റെ കൂടെ കിടക്കത്തില്ല, വേറെ ഏത് പുരുഷന്റെ കൂടെയും കിടക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുകൊണ്ട് ആ ഡയഗ്നോസിസ് ഉള്ള എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ഏറെക്കുറെ കുറവും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചിലർ വളരെ നല്ല വ്യക്തികളായിട്ട് ചെറിയ സിംറ്റത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഇതൊരു വലിയ ഭയാനക കേസാണ്. അതുകൊണ്ട് കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇനിയും ഫോബിയയും പാനിക് ഡിസോർഡർ. പാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കണ്ട് നമ്മൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാകും. അതൊരു മാനസികാവസ്ഥയാണ്. എനിക്കത് ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചു, അതങ്ങ് പോയി. ഭയം, എല്ലാത്തിനെയും കാണുമ്പോൾ ഒരു ഭയം. അതിനും ഇന്ന് ചികിത്സകൾ ധാരാളമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചില രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട്, ചില രോഗങ്ങൾക്ക് ഇന്നും ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഇല്ല. ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് മാറും, ചില രോഗങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും, ചിലപ്പോൾ മരണം വരെയും ആ രോഗങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയാണ്. നമുക്ക് 15-20 മിനിറ്റ് കൂടെ ഉള്ളൂ. ഈ ഭാഗം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് കടക്കാം. നിങ്ങൾ ചിലർ വിചാരിച്ചു കാണും, ഈ മനുഷ്യൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വേദപുസ്തകത്തിലെ ഒരു വാക്യം പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ വേദനയുള്ളവരില്ല ഈ കൂട്ടത്തിൽ ഇപ്പോൾ. മാനസിക രോഗം മാറാനായിട്ട് കല്യാണം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ അത് ചെയ്താൽ ഈ ലോകത്തിൽ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം, പക്ഷെ വരുന്ന ലോകത്തിൽ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജിതരായി പോകും. മാനസിക രോഗം മറച്ചു വെച്ച് കല്യാണം കഴിക്കരുത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കമാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി അറേഞ്ച്ഡ് കല്യാണങ്ങളുണ്ടല്ലോ, മാതാപിതാക്കന്മാരും പാസ്റ്റർമാരും ചർച്ചുകളും ആലോചിച്ചുള്ളത്. മാനസിക രോഗിയെ മരുന്നും ഇഞ്ചക്ഷനും ഗുളികയും കൊടുത്തിട്ട് പാസ്റ്ററുടെ മുമ്പിൽ കൊണ്ടുവന്നങ്ങ് നിർത്തും. പാസ്റ്റർ ഒരു കിടിലം പ്രസംഗം പ്രസംഗിക്കും.
മേശയൊക്കെ അടിച്ച് പറിച്ച് ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇനിയും നിങ്ങൾ വേർപെടരുത്. എടാ, നിൽക്കുന്ന ഒരാൾക്ക് ദൈവം എന്താണെന്നോ മരുന്നിന്റെ പുറത്താ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഭർത്താവ് രണ്ടാമത്തെ ദിവസം പാസ്റ്ററോട് വിളിച്ച് പറയുക, ഇവളെന്നെ ഇന്നലെ രാത്രി എടുത്തിട്ട് ചവിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ പറയുന്നത് എന്നാന്നറിയാമോ? ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു വലിയ നേതാവ്, പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്ന് ജീവനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ ദയനീയമായിട്ടുള്ള കഥ പറഞ്ഞു. കാരണം ഈ വലിയ പാസ്റ്ററിന്റെ ഭാര്യയുടെ അനിയത്തിയുടെയോ ചേട്ടത്തിയുടെയോ മകളായി അവളെ കൊണ്ട് കെട്ടിച്ചപ്പം പാസ്റ്റർ അവിടെ നിന്ന് വെടിപൊട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, സ്ത്രീയെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്നത് വിഹിതമല്ല. അപ്പം പല പ്രാവശ്യം പറഞ്ഞപ്പോ ഈ കെട്ടാൻ പോകുന്ന ചെറുക്കനോട് സംശയം തോന്നി, എന്താ കുഴപ്പം ഇതൊന്നും. അവനും അറിയത്തില്ല. യഥാർത്ഥത്തിൽ നടന്ന എന്നാന്ന് ചോദിച്ചാൽ അവളെ മരുന്നിന്റെ ബലത്തിലാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പം വീട്ടുകാര് പറഞ്ഞു, മോനെ ഇന്ന് അവള് ഞങ്ങളുടെ കൂടെ കിടക്കട്ടെന്ന്. എന്തിനാ? മരുന്ന് കൊടുക്കാൻ. അത് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് സംഭവങ്ങൾ വളരെ വഷളായി. നമ്മുടെ നാട്ടിൽ നടന്നതാണ്. റബ്ബർ ഷീറ്റ് ഉണങ്ങിക്കാൻ ഇട്ടിരിക്കപ്പോ ഇവള് എന്നിട്ട് വീട്ടുകാരോട് ചോദിച്ചു, മമ്മി ഇവിടെ എന്നാ തുണി ഇങ്ങനെ കീറിയാന്നോ ഉണങ്ങുന്നത്? അപ്പം സംശയങ്ങൾ ഇവർക്ക് കൂടി. ഒരു ദിവസം അന്ന് വൈകിട്ടോ പിറ്റേ ദിവസം രാവിലെയോ കുളിച്ചിട്ടിറങ്ങിയപ്പം പൂർണ്ണ നഗ്നയായിട്ട് ഇറങ്ങി വന്നു. അതിനു മുമ്പ് കപ്പയോ ഏതാണ്ട് പുഴുകിക്കൊണ്ടിരിക്കെ ചെയ്യുമ്പോൾ മണ്ണെണ്ണ കൊണ്ടുവന്ന് അതിനകത്ത് ഒഴിച്ചു. ഈ ഭർത്താവ് അവരെ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാ പറഞ്ഞു, മോനെ ആരാണ്ട് പറഞ്ഞു കല്യാണം കഴിച്ചിപ്പിച്ച ഇവിടെ രോഗം മാറുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാ, ഞങ്ങളോട് ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞു. ഏതായാലും വലിയ കുഴപ്പമില്ലാതെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു. അവൻ വേറെ കല്യാണം കഴിച്ചു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ പലരുടെയും വിചാരത്തിൽ അവൻ മഹാപാതകം ചെയ്തു, അവൻ നരകത്തിന് യോഗ്യൻ. പ്രസംഗിച്ച പാസ്റ്റർ രക്ഷപ്പെട്ടു. പാസ്റ്റർ ഇത് അറിഞ്ഞോണ്ടാ പറയുന്നത്, ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. അപ്പൊ നമ്മൾ ചിലർ പറയാം, അവനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യത്തില്ലയോ എന്ന് ചോദിക്കും. ആ വാക്കുകൾ നമ്മൾ കഴിവുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിക്കാവും. കപ്പ പുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണെണ്ണ ഒഴിക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ എന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അവൻ അത് കഴിച്ച് പഠിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെയുള്ള ചതിവുകൾ നടത്തരുത്. കല്യാണത്തിന് മുമ്പ് വ്യക്തികളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. നമ്മൾ ഈ സമ്മതം ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കല്യാണ സമയത്ത്, നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉവ്വേ എന്നൊക്കെ പറയത്തില്ലയോ? നിങ്ങൾ തന്നെ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മാനസിക രോഗിക്ക് എത്രമാത്രം അത് നല്ല മനസ്സോട് പറയാൻ ഒക്കുമെന്നുള്ളത്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവ മരുന്ന് കൊടുക്കാതെ തന്നെയുള്ള സുബോധമില്ലാത്ത ഒരു വ്യക്തി പാസ്റ്റർ ചോദിക്കുക,
ഇന്നടത്തിന്നാരെ നീ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ അവൾ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയും. പക്ഷെ അവൾക്ക് കല്യാണം എന്താണെന്നും അറിയത്തില്ല, ഇവൻ അറിയത്തില്ല കല്യാണം എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കറിയാവുന്ന ഏക വിഷയം ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് കട്ടിലെ കിടക്കുന്നത് അവർക്കറിയാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് കല്യാണം കഴിക്കുന്നതിന് മുമ്പും കല്യാണം കഴിക്കാത്തവർ വളരെ ചിന്തിച്ചും ചെയ്യേണ്ട ഒരു വിഷയമാണ് കല്യാണം എന്ന് പറയുന്നത്. മാനസിക രോഗികളെ കെട്ടിക്കണോ കെട്ടിക്കണ്ട എന്നുള്ളത് അവർ പ്രാർത്ഥിച്ച് അതിന് വിദഗ്ധരായിട്ടുള്ള ആളുകളോട് ചോദിച്ച് വളരെ ചിന്തിച്ച് നിങ്ങൾ ചെയ്യാവൂ. ഭാരം ഒഴിവാക്കാനായിട്ട് ചെയ്യരുത്. എന്നോട് പലരും ആർഗ്യൂ ചെയ്തിട്ടുണ്ട് അവർക്കും ആവശ്യങ്ങളില്ലയോ എന്നുള്ളത്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് അതിന് ഉത്തരവാദി ഞാനല്ല, എനിക്കതിന് ഉത്തരവില്ല. ഇനിയും വേദപുസ്തകത്തിലേക്ക് കടക്കുക. അതിനു മുമ്പായിട്ട് ഒരു മാനസിക രോഗിയായിട്ടുള്ള വ്യക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അവര് നമുക്കൊരു ബേർഡൻ ആണ് നമ്മുടെ മനസ്സിൽ. യെസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവര് നമ്മൾക്കൊരു ബേർഡൻ ആയിട്ട് വരരുത്. എന്താണെന്നറിയാമോ? അവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരെ ഒരു ബേർഡൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൈ ഒഴിയരുത്. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കാലില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചു, കൈയില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇവൻ ജനിക്കാതിരുന്നതായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമോ? ഇല്ല. പറഞ്ഞാൽ തെറ്റ്. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ എവിടെങ്കിലും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നീ ലേസി ആണെന്ന് പറഞ്ഞ് പുറന്തള്ളരുത്. ചിലപ്പോ അവൻ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കാം. ആങ്സൈറ്റി, ഉത്കണ്ഠ കൊണ്ട് വീടിന് വെളിയിലിറങ്ങാൻ വയ്യാത്ത വ്യക്തിയെ നമ്മൾ ആരും ഉപേക്ഷിക്കരുത്. അതൊരു രോഗാവസ്ഥയാണ്. ഏതെങ്കിലും സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ചെറുകാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ മുമ്പേ പല പ്രാവശ്യം പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എതിരല്ല, ഉപവസിക്കുന്നതിന് എതിരല്ല. പക്ഷെ അതുമാത്രം വെച്ചോണ്ടിരിക്കരുത്. അവന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി കളയരുത്. നിങ്ങളുടെ സഭയിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അയൽവക്കത്തും നമ്മള് ഇടപെടുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതിവേദന, ദുഃഖം അനുഭവിക്കുന്നവരാണ് ഇവരിൽ പലരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വളരെ കാര്യമായിട്ട് ചിന്തിച്ച് അവരോട് പെരുമാറാവും. ഞാൻ കഴിഞ്ഞിടെ പറഞ്ഞ ഒരു ഗ്ലാസിന്റെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ഗ്ലാസ് പെട്ടികൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അതിന്റെ മേളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. ആ സ്റ്റിക്കർ ഇങ്ങനെ ഫ്രാജൈൽ, പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ സഭയിൽ ഇരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ അയൽവക്കത്തുള്ള വ്യക്തി പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിവേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, മറ്റുള്ളവരോട് പങ്കുചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇനിയും വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച ദൈവം അവരോട് ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. അവര് ഫലം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ലജ്ജ തോന്നി. അവര് ദൈവത്തിലൊന്ന് ഓടി ഒളിക്കാൻ നോക്കി. ദൈവം ചോദിച്ചു,
നീ എവിടെയാണ്? നാണം കൊണ്ട് അവർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ വയ്യ. ഭൂമി ശപിക്കപ്പെട്ടു, മുള്ളും പറക്കാനയും വളരാൻ തുടങ്ങി. കയീൻ പാപം ചെയ്തതോടുകൂടി എല്ലാത്തിനും ഒരു പരിസമാപ്തി വന്നു. കോപം പാപത്തെ അവിടെ ജനിപ്പിച്ചു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ശരീരഘടനകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. മരണം നമ്മളെ വേട്ടയാടാൻ തുടങ്ങി. നമ്മൾ മനുഷ്യരാണ്, പക്ഷെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു. ദൈവം ആഗ്രഹിച്ച മനുഷ്യനെ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ആ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, തകർന്ന് തരിപ്പണമായി ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഒരു പരിണത ഫലമാണ് മാനസിക രോഗങ്ങൾ. ക്യാൻസർ പോലെ, തലവേദന പോലെ, ലിവർ പോലെ മനസ്സിന്റെ ഒരു താളം തെറ്റിയ അവസ്ഥയാണ് മാനസിക രോഗങ്ങൾ. നിർഭാഗ്യവശാൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ളത് ഒരു ദയനീയ സ്ഥിതിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പിശാചിന്റെ ബാധയാണെന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. പിശാചിന്റെ ബാധയുണ്ട്. പിശാച് മനുഷ്യനെ ബന്ധിക്കും. പിശാച് ബാധ ഉള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാകും, മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകും, പലവിധ വിഭ്രാന്തികൾ അവർ കാണിച്ചെന്ന് വന്നേക്കാം. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിവേചന വരത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. വിവേചനമുള്ള വരമുള്ളവർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഈവൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ പിശാചുബാധയാണോ രോഗമാണോ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ പാസ്റ്റർമാരായിട്ടുള്ളവര്, സഭാ ശുശ്രൂഷയുള്ളവര്, നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കാര്യം വായിൽ നിന്ന് വരാവും. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളത് അറിയാവുന്നവരോട് നിങ്ങൾ ചോദിക്കണം. പിന്നെ അടുത്ത 5 മിനിറ്റൂടെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ യേശുക്രിസ്തു എന്തിനാണ് വന്നത്? യേശുക്രിസ്തു വന്നത് യെശയ്യാ പ്രവാചകന്റെ 61-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം ആരെങ്കിലും പെട്ടെന്ന് എടുത്താൽ നിങ്ങൾക്കൊന്ന് വായിക്കാം. വേഗത്തിൽ എടുക്കുന്നവരുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക. അതായത് എടുത്തവരുണ്ടെങ്കിൽ വായിച്ചോ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. ബദ്ധന്മാരെന്ന് പറഞ്ഞാൽ ബന്ധനത്തിലിരിക്കുന്നവർ. ഓക്കെ, വായിച്ചു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു വേദപുസ്തക വാക്യമാണ്. യേശുക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. പല ഭാഷയിൽ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ബന്ധനത്തിലിരിക്കുന്നവർ, മാനസിക രോഗം
പാപത്തിന്റെ പരിണത ഫലമായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ യെസ്. ക്യാൻസർ പോലെയുള്ള ഒരു രോഗമാണ് മാനസിക രോഗം. നമ്മൾ ആരെങ്കിലും ക്യാൻസർ രോഗമുള്ള വ്യക്തിയെ വഴി കണ്ടാ പറയുമോ, ക്യാൻസർ അറിയാമോ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ല. അതേ സമയത്ത് മാനസിക വൈകല്യമുള്ള ഒരുത്തൻ പോയാൽ ഭ്രാന്തം പോകുന്നെന്ന് പറയും. അതേ സമയത്ത് ക്യാൻസർ ഉള്ള വ്യക്തി വഴിയെ പോയാൽ നമ്മൾ പറയുമോ ക്യാൻസർ പോകുന്നെന്ന് പറയുമോ? ഇല്ല. ഇത് രണ്ടും ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, മറ്റേത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ അറിവുകേടിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ യേശു വന്നത് നമ്മളുടെ ശാരീരികം, മാനസികം, വൈകാരികം എല്ലാ രോഗങ്ങൾക്കും പരിഹാരത്തിനാണ്. കണ്ണിനു വേണ്ടി ചേറുണ്ടാക്കി കണ്ണെ തേച്ചു കൊടുക്കും. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് വൈദ്യനെ കൊണ്ട് രോഗിക്ക് ആവശ്യമുള്ളൂ. ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. 1 ശമൂവേല് 16, 14, 23, 1 ശമൂവേൽ 19 ഒക്കെ ഈ ശൗലിനെ അവന്റെ കുറിച്ച് പറയുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവനൊരു ബന്ധനമായിരുന്നു. ആ ബന്ധനമെന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ഈ മാനസിക രോഗമെന്നും പറഞ്ഞ് ഇന്നത്തെ പോലുള്ള ഒരു അറിവില്ല. ഒരു ചോക്കിംഗ് സ്പിരിറ്റ്, നന്മയില്ലാത്തതുള്ളതെല്ലാം പിശാചിന്റെയാണ്. അതായിരുന്നു അന്നത്തെ അറിവ്. ദൈവം, പിശാച്. അപ്പൊ നന്മയില്ലാത്തതെല്ലാം എന്തുവാ? പിശാചിന്റെ. അങ്ങനെ ആണെങ്കിൽ ക്യാൻസറും പിശാചിന്റെയാണ്. ആ രീതിയിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്താൽ തലവേദനയും പിശാചിന്റെയാണ്. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല. ഒന്ന് നമുക്ക് മനസ്സിലാകുന്നു, മറ്റേത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. കാരണം എല്ലാ വിഷയങ്ങളും ഒന്നും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾക്കിതെല്ലാം അറിയാമെന്നുള്ള ഒരു ധാരണയിൽ ദയവ് ചെയ്ത് നമ്മളാരും ഇരിക്കരുത്. അനേക ഡിഗ്രികൾ, അനേക ബുക്കുകൾ, അനേക വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പോലും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ വായിക്കും, എല്ലാ ദിവസവും അറിവ് സമ്പാദിക്കും. എൻ്റെ വളർച്ചയുടെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങളും വായിക്കണം, പഠിക്കണം, ഡിസ്കഷൻ ചെയ്യണം. 2, ഏത് രോഗം കണ്ടാലും പിശാചുബാധയാണ്, ബന്ധനമാണെന്നും പറഞ്ഞ് നിങ്ങൾ ആ ഒരു വിഷയത്തിൽ അവരെ തള്ളിക്കളയരുത്. നമ്മളെല്ലാം ബന്ധനമുള്ളവരാണ്. ക്യാൻസറും തലവേദനയും ഹാർട്ട് അറ്റാക്കും ഉള്ളവരും എല്ലാം ബന്ധനത്തിലാണ്. അതുകൊണ്ട് മാനസിക രോഗവും മറ്റു രോഗങ്ങളും ഒരേ രീതിയിൽ കാണുകയും അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യണം. പിന്നെ മാനസിക രോഗം ഉള്ള വ്യക്തികൾക്ക് മരുന്നുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് പിശാചുബാധ ബാധിച്ച വ്യക്തിക്ക് മരുന്നും കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ അത് മാറത്തുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് നിർത്തിയതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് കൂടെ കമ്പ്യൂട്ടറിൽ കാണും. നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം.
ജോസഫ് സാറെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അല്ല സാറേ, ആരെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാവുന്ന ചോദ്യങ്ങളാണേ ഉത്തരം പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. സാറേ ഒരു ഡൗട്ട്. ചോദിച്ചാട്ടെ. ഈ മാനസിക രോഗി എന്താ ജോലി ചെയ്യുന്നത്? എന്താ ഫ്രെഡി? ഞാന് അലൈനിൽ ഇവിടെ പിന്നെ ഓഫീസില് അറ്റൻഡൻസ് ക്ലർക്കായിട്ട്. ഓക്കെ. ഞാൻ അലൈനിലൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെയോ? അലൈനിലൊരു ചർച്ചിൽ വന്നിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടുണ്ട് 3-4 ദിവസം. അലൈൻ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ആയിരിക്കാമെന്ന് തോന്നുന്നു. അവിടെ പലയിടത്ത് ഞാൻ വന്നിട്ടുണ്ട്. ചോദിച്ചോ. ഓക്കെ. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ മാനസിക രോഗി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ രക്ഷ കരസ്ഥമാക്കാൻ പറ്റും? അതൊരു വലിയ വിഷയമാണ്. വലിയ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അതിൽ എനിക്കുള്ള ഉത്തരം എന്നാണെന്ന് ചോദിച്ചാൽ, അവനെ സൃഷ്ടിച്ച ദൈവം അവന്റെ സർവ അവസ്ഥയും അവൻ അറിയാവുന്നതാണ്. അവൻ ജനിച്ച സമയം മുതൽ അവനൊരു മാനസിക രോഗിയായിട്ടാണ് ജീവിച്ചുവെങ്കിൽ അവനെ ദൈവം നരകത്തിലിടുമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്കതിനുള്ള ഉത്തരം, ക്രിസ്തു അവനെയും സ്നേഹിക്കുന്നുണ്ട്. ക്രിസ്തു അവന് വേണ്ടി കൂടാണ് മരിച്ചത്. ചിലപ്പോ അവന് തന്നെത്താൻ വായ് കൊണ്ട് ഏറ്റു പറയാൻ വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും ദൈവം അവനോട് കരുണ കാണിക്കും. എനിക്കങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെ എനിക്കറിയാം. അതായത് നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ വലങ്കായ് എന്താണെന്നോ ഇടങ്കായ് എന്നാണെന്നോ അറിയാൻ വയ്യാത്ത ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് അവരോട് ദൈവം കരുണ കാണിക്കട്ടെ. അവരെ ദൈവം നരകത്തിൽ തള്ളിക്കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും അതിന് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ അതിന് തടസ്സവും നിൽക്കത്തില്ല. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവത്തിന്റെ മനസ്സറിഞ്ഞവര് നമ്മൾ ആരുമില്ല. ദൈവം മഹാദയാലുവാണ്. പൂർണ്ണമായിട്ട് ഉത്തരമല്ലെങ്കിൽ ചോദിക്കണേ, പെട്ടെന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ചോദിച്ചോ. എല്ലാം കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ഫോൺ നമ്പർ വായിച്ച് എന്നെ വിളിക്കാം കേട്ടോ. സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കാം സാറേ. ഈ മൂഡ് സ്വിങ് പറഞ്ഞത്, മൂഡ് സ്വിങ്ങും ബൈപോളാർ ഒന്ന് തന്നെയാണോ? അത് പല പേരുകളിൽ പല രീതിയിൽ അവതരിക്കുന്ന ഒരു സംഗതിയാണ്. ബൈപോളർ ഉള്ള വ്യക്തിക്കാണ് മൂഡ് സ്വിങ് ഉണ്ടാകുന്നത്. ഓരോ രാജ്യത്ത് ഓരോ പേരുകളൊക്കെ ഉണ്ട്. അത് മൂഡ് സ്വിങ് ബൈപോളർ മാത്രമുള്ളവർക്കല്ല. ഈവൻ ഞാൻ മുമ്പേ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാകാം, ഡിപ്രഷൻ ഉള്ളവർക്കുണ്ടാകാം. അതായത് മൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ സ്വഭാവമല്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് പല രോഗങ്ങളുള്ളവർക്കും അങ്ങനെ ഉണ്ടാകാം. ഈവൻ സ്കിസോഫീനിയ ഉള്ളവർക്കും ഉണ്ടാകാം. ഇനി ആരെങ്കിലും ഉണ്ടോ? 1-2 ചോദ്യങ്ങളോട് ചോദിക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. 5 രൂപ ബൈബിളില് ചന്ദ്രരോഗം ബാധിച്ച ഒരു കുഞ്ഞിനെ ശിഷ്യന്മാരുടെ അടുക്ക കൊണ്ടുചെന്നപ്പോ അത് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ കുഞ്ഞുമായിട്ട് യേശുവിന്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞപ്പോ യേശു പറഞ്ഞത്, യേശു എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ യേശു പറഞ്ഞത്, നിങ്ങൾ വിശ്വാസമുള്ള അവിശ്വാസമാണ് ഇതിനെ സൗഖ്യമാക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ അസുഖം മാറുമെന്ന് പറയുന്നു. അപ്പം ഏത് വിഷയമാണെങ്കിലും
ദൈവത്തിന് കഴിയാത്തതില്ലല്ലോ. ഏത് മാനസിക രോഗമാണേലും ഏത് പ്രശ്നമാണേലും ഉപവാസത്താലും പ്രാർത്ഥനയാലും മാറിപ്പോകും തന്നെയല്ലേ പറയുന്നത്? 100% ഞാനത് വിശ്വസിക്കുന്നു, 100% അംഗീകരിക്കുന്നു. ഇപ്പോൾ സഹോദരിക്ക് ഗ്രേസിന് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. നമ്മളുടെ എന്താവശ്യങ്ങളും ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പറയാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഗ്രേസിന് ആ വിശ്വാസമുണ്ട്. പക്ഷെ ഗ്രേസിന്റെ ഒരു കുടുംബത്തിലെ ആള് ഈ രോഗമായി കഴിഞ്ഞാൽ ഗ്രേസ് അവനെ ഡോക്ടറെ കാണിക്കാതെ എനിക്ക് വിശ്വാസമുണ്ടെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നത് അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ചിലപ്പോൾ അവനെ ഡോക്ടറെടുക്കെ കൊണ്ടുപോയാൽ അവന് സൗഖ്യം കൊടുക്കുമായിരുന്നു. കാരണം ദൈവം ഇന്ന് എല്ലാവിധ ബുദ്ധിയെയും ഉപയോഗിക്കുന്ന ദൈവമാണ്. കാരണം ഈ കണ്ണ് സൗഖ്യമാക്കിയപ്പോൾ ചേറുണ്ടാക്കിയെന്നല്ലേ വേദോസ്തത്തിൽ പറയുന്നത് ഉണ്ട്. അത് ദൈവത്തിന് വേണമെങ്കിൽ അങ്ങ് പറയത്തില്ലയോ, നീ സൗഖ്യമായിരിക്കുന്നു എന്ന് പറയത്തില്ല. അതുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉള്ള വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ സ്വന്തം ജീവിതത്തിലേക്ക്, പക്ഷെ മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിലേക്ക് അത് കൈകടത്താൻ പോകുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചു വേണം ചെയ്യാനായി. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇല്ലയോ ഗ്രേസ്? പ്രാർത്ഥിച്ചോ, 24 മണിക്കൂർ ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ, എനിക്ക് യാതൊരു വിരോധവും. ഞാൻ വിശ്വസിക്കുന്ന സാറേ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ യേശു ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഒരു കുഴപ്പമില്ല. സാറ് പറഞ്ഞത് സത്യമാണ്. മാനസിക രോഗം ഗ്രേസിന്റെ ജീവിതത്തിൽ അത് ചെയ്തോ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അത് വേറെ നമ്മൾ പോകരുതെന്ന് മാത്രം. സാറേ, മറ്റുള്ള വിശ്വാസം കണ്ടിട്ട് യേശു സൗഖ്യമാക്കിയത് സാർ ഇപ്പൊ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അതും സംഭവിക്കാം, അതും സംഭവിക്കാം. പക്ഷെ ഇവിടെ എല്ലാം ദൈവം നമുക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട് സഹോദരൻ. എന്നാ ഞാൻ ആ സഹോദരനോട് ആദ്യം ചോദിക്കണം, ജയ്സൺ അല്ലയോ പേര്? അല്ലയോ ജയ്സൺ? ഹലോ, അതെ 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 അതെ, പാസ്റ്റർ ആണോ? പാസ്റ്റർ ആണോ? കേക്കത്തില്ലല്ലോ. പാസ്റ്ററാണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ. കൂട്ടിക്കോളം എന്ന് പറഞ്ഞാൽ ഒരു പകുതി പാസ്റ്റർ അല്ലയോ? കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് വൈകിട്ട് ആഹാരം കഴിച്ചോ? ശപ്പാട് കഴിച്ചോ? കഴിച്ചല്ലോ. കഴിച്ചു. എന്തിനാ ആഹാരം കഴിച്ചത്? എന്തിനാ? അതെല്ലാം അത് കഴിക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് എന്നാ പിന്നെ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നാ പോരായ സഹോദര? മക്കൾക്ക് എന്തിനാ ആഹാരം കൊടുക്കും? അല്ല, അങ്ങനെ വരത്തുള്ളൂ. ഇല്ല, ഫിസിക്കലായിട്ടുള്ളത് ദൈവം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫിസിക്കലായിട്ടുള്ളത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മാനസികമോ അതിൽ പെടുന്നതാണ്? ആത്മീയവും ഭൗതികവും ആവശ്യമാണ്, ഒരുപോലെ കൊണ്ടുപോകണം. പിന്നെ മറ്റേതിനോ? ഏതിന്? മാനസികവും. മാനസികവും നമ്മൾ കൊണ്ടുപോകണം, ശരിയോ? തീർച്ചയായും. മറ്റേന്ന് പറഞ്ഞ എന്താ സാർ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് മാനസികവും വൈകാരികവും ശാരീരികവും എല്ലാ കാര്യത്തിനും നമ്മൾ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുകയും തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രാർത്ഥിച്ചു. അതന്നെ ഞങ്ങളും പറഞ്ഞുള്ളൂ, അതന്നെ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. പക്ഷെങ്കിൽ ആ വ്യക്തിയെ ആശുപത്രി കൊണ്ടുപോകുന്ന കാര്യത്തിലും വൈമുഖ്യം കാണിക്കരുത്. കാണിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അവരെ കാണിക്കാം, കൊണ്ടുവന്ന് ഞങ്ങൾ എതിരില്ലല്ലോ. ഓക്കെ. എന്നാ പിന്നെ
ഈ ഡോക്ടേഴ്സ് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും ദൈവത്തെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും കാര്യം സാധിക്കൂ. അതെന്തിനാ ഡോക്ടേഴ്സ് പറയുന്നത്? അത് ഞാൻ 100% വിശ്വസിക്കുന്നു. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. പ്രാർത്ഥനയും ഉപവാസത്തിലും ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ സാറ് പറഞ്ഞ പ്രാർത്ഥന ആ ലൈൻ തന്നെയാണല്ലോ അത്. ആദ്യം മുതലേ സാറ് പഠിപ്പിച്ച അത് തന്നെയാണല്ലോ. ഡോക്ടറുടെ പണി ഡോക്ടറും ദൈവത്തിന്റെ ഭാഗം ദൈവവും ചെയ്യുന്നു എന്ന് തന്നെയാണല്ലോ സാർ അത് ഇത്രയും നേരം പഠിപ്പിച്ചേ. അത് തന്നെയാണ്. അത് ഡോക്ടറെ കാണേണ്ട അല്ല സമയത്ത് അതേ നമ്മൾ ബുദ്ധിപൂർവ്വം അല്ല പ്രയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അത് തന്നെ. അതിനകത്ത് അത് വേറെ അല്ല അതല്ല അർത്ഥമില്ലല്ലോ. ഇല്ല ഇല്ല അല്ല ഇല്ല അത് തന്നെ എല്ലാം ഒരുപോലെ ആ കൊണ്ടുപോകണമെന്നാ പറയുന്നത്. അത് ഇപ്പം എല്ലാം ഒരുപോലെ മറ്റേത് കൊണ്ടുപോകണം. തെറ്റാണെന്നും തെറ്റാണെന്നും ഇത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല, ശരിയാണെന്നും തെറ്റാന്നല്ല. മറ്റുള്ളവരെ ഹോസ്പിറ്റലിൽ പോകേണ്ട വിമർശിക്കുകയും ചെയ്യുന്നത് കാര്യത്തിന് അല്ല, മറ്റുള്ളവർ വിമർശിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ മറ്റുള്ളവരെന്ന് പൗരം പറഞ്ഞാൽ പൗരം പ്രസംഗിക്കുക ഞാനിപ്പോ ഒരു അല്ലെങ്കിൽ ഉദാഹരണം പറയാം. മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മൾ ആരും അല്ലല്ലോ. അല്ല, നമ്മൾ തെറ്റ് പറയേണ്ട കണ്ടാൽ കാര്യം നമ്മൾ പറയുക. അനൂപെ, ജെയ്സനെ, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയണം. അല്ല തീർച്ചയായും തീർച്ചയായും പ്രസംഗങ്ങൾക്ക് ഒത്തിരി തീർച്ചയായും പരിമിതികളുണ്ട്. ആ, നമ്മുടെ പ്രസംഗങ്ങളെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളതാക്കി മാറ്റാനാണ് സാർ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് തന്നെയാ ഈ ഞാനും പറയുന്നത്. പ്രസംഗങ്ങൾക്ക് നമ്മൾക്ക് അത് തന്നെയാണ് അത് സാർ അത് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അത് എല്ലാവരും കൂടെ അത് ജനറലൈസ് ചെയ്ത് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയരുത്, ഇന്ന് വിമർശിക്കുക. സാർ കാരണം പറഞ്ഞത് ഇതൊരു ഇത് കേൾക്കാൻ ഇന്ന് കാണുന്നതായിട്ടുള്ള പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, ചിലര് ബുദ്ധിയോട് കൈകാര്യം ചെയ്യും, ചിലര് ബുദ്ധിയില്ലായ്മയിൽ കൈകാര്യം ചെയ്യും. ബുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക രോഗികളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവിധ വരപ്രാപ്തി പ്രാപിച്ച, ഞാൻ ഒരു മതത്തിന്റെ അല്ല പറയുന്നത്, അവിടെയെല്ലാം പോയി 10-15 വർഷം വേസ്റ്റ് ആക്കി തിരിച്ചു വരുമ്പോൾ വലിയ രോഗിയായിട്ടാണ് ഈ വ്യക്തി വരുന്നത്. ആ വ്യക്തിയെ ഒരു 15 വർഷത്തിന് മുമ്പ് ചികിത്സിക്കാൻ കൊണ്ടുപോയതായിരുന്നുവെങ്കിൽ ചിലപ്പോൾ വളരെ ഭേദമുണ്ടായേക്കാം. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറഞ്ഞേ ഒക്കത്തുള്ളൂ ജെയ്സൺ. തെറ്റ് സാറെ തെറ്റാ. തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി മുതൽ മുടക്കി ആ, എങ്ങും അസൗഖ്യം വരാതെ വന്നു പ്രാർത്ഥിച്ചു മാറിയ അനുഭവം എനിക്ക് പറയാറുണ്ട്. ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ട് അനുഭവത്തിലുണ്ട്. ഉണ്ട്. അപ്പൊ അപ്പം അത് ഇതിനെല്ലാം എന്താ ദൈവത്താൽ പറയുന്നത്? അസാധ്യമായതൊന്നും ഇതിനെല്ലാം നമ്മളൊരു ചന്തവും ഉചിതവുമായിട്ടുള്ള കാര്യമായിരിക്കണം. എല്ലാം എന്താ തീർച്ചയായും അത് അംഗീകരിക്കുന്നു. അത് മാത്രം ചെയ്തേച്ചാ മതി. സാറേ ഒരു കാര്യം എനിക്കതിന് ഒരു മനസ്സിലായ ഒരു കാര്യം, വിശ്വാസത്തിന് 2 വശങ്ങളുണ്ടെന്നുള്ളതാണ്. ഒന്ന്, ആ, പലരും വിശ്വാസത്തില് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, ചിലർ ആ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് സൗഖ്യമാകാതെ മരണപ്പെട്ടവരുമുണ്ട്. ഉണ്ട് അവർ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി പലരും അവസാനം വരെ നിന്നു, പലരും ആ വിശ്വാസത്തിൽ സൗഖ്യം പ്രാപിച്ചവരുമുണ്ട്. ഉണ്ട് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ അല്ല, അത് ശരിയാണ്. വിശ്വാസം 2 സംഭവിച്ചിട്ടുണ്ട്. വിശ്വാസമുണ്ട് എന്നുള്ളത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും 100% ചെയ്യാം. അപ്പോൾ ആ, തന്നെ ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് മരുന്നിനെ ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കേണ്ടതാണ് ഉപയോഗിച്ചുകൂടെ എന്നാണ് സാറ് പഠിപ്പിച്ചത് ഇത്ര സമയം. മരുന്ന് ഉപയോഗിച്ച് തീരേണ്ട സഹോദരൻ വിഷയം മരുന്ന് തീരട്ടെ, ഞങ്ങളതിനെതിരല്ല. വിശ്വാസത്തിൽ തീരുന്ന എതിരല്ല വിശ്വാസത്തിൽ തീരട്ടെ. സഹോദരൻ, ഞങ്ങൾ അതിനെതിരല്ല. സഹോദരൻ, തീർച്ചയായിട്ടും ഞാനൊരു ഉദാഹരണം സാറ് പറയാം. പറഞ്ഞ് എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ചികിത്സ ചെയ്യണോ? അത് അത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. അത് ചികിത്സിക്കാൻ വേണം. അത് ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ ചെയ്യണം. ആ നമ്മുടെ ഈ രോഗികൾക്ക് ക്ലാസിന്റെ വരുന്ന ലക്ഷ്യം തന്നെ എന്നാ? ഏ നമ്മുടെ ഈ ക്ലാസിന്റെ ലക്ഷ്യം തന്നെ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ബൈബിള് പഠിച്ചിട്ടും കുറച്ചുകൂടെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തന്നെയല്ലേ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഡോക്ടറെ കൊണ്ടുപോയി ഇരുത്തിയത്. അത് അപ്പോ തന്നെ. ആ അർത്ഥത്തിൽ അത് നമ്മളെ എടുത്താൽ മതി. അതാണ് എനിക്ക് അതായത് സഹോദര ഈ ഡോക്ടറേഴ്സിനൊക്കെ ബുദ്ധി കൊടുക്കുന്ന ദൈവമാണ്. ദൈവത്തെ കഴിഞ്ഞ് നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അത് തന്നെ ഉള്ളു. ഞാൻ പറഞ്ഞത് അത് മരുന്ന് ആവശ്യമില്ല എന്നോ കൗൺസിലിംഗ് ആവശ്യമില്ല എന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതൊക്കെ ആവശ്യമാണ്. ഈ ക്ലാസ്സേഴ്സ് പഠിക്കുന്നവര് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ബൈബിൾ കോളേജിലും അത് സൈക്കോളജി ഒരു വിഷയമാണ്. അത് അത്യാവശ്യമാണ്. മാനസികമാകുന്ന രീതി കഴിഞ്ഞ് അറിഞ്ഞാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്.
മാനസികമാകുന്ന രീതിയിൽ എങ്ങനെ കയറ്റങ്ങൾ കൊടുക്കാം അതേ രീതി ഞങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ അതേ രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ട് ഞങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഈ ഡോക്ടേഴ്സിന് ബുദ്ധി കൊടുക്കുന്നതും ഒരു രോഗത്തെ വെളിപ്പെടുത്തുന്നതും ഒക്കെ അത് ദൈവമാണ്. അപ്പം ദൈവത്തെ ഡോക്ടർ പറഞ്ഞ ഡോക്ടറിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നിടത്ത് ഡോക്ടറുടെ ബുദ്ധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതെങ്ങനെയാണ്? ദൈവമല്ലേ ബുദ്ധി കൊടുക്കുന്നത്? ദൈവം ബുദ്ധി തന്നാലും നമ്മൾ അത് ഉപയോഗിക്കണം ജെയ്സൺ. നമ്മൾ അത് ഉപയോഗിക്കണം. അത് ശരിയാണ്. അത് ദൈവമാണ് ബുദ്ധി തരുന്നത്, അത്രേ പറഞ്ഞുള്ളൂ. ദൈവമാണ് നമുക്ക് ബുദ്ധി തരുന്നത്, അല്ല ദൈവത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ എത്ര പഠിച്ചെന്ന് പറഞ്ഞ ആളായാലും ദൈവം ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ വെറും നിഷ്ഫലമായിട്ട് മാറത്തേ ഉള്ളൂ, വെറും സീറോ ആയിട്ട് മാറത്തേ ഉള്ളൂ. ഇനി ആരെങ്കിലും നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. മറ്റെന്തെങ്കിലും സംശയം? ഇവിടെ വളരെ ക്ലിയർ ആണ്. ദൈവവിശ്വാസം അത്യാവശ്യമാണ്. ചികിത്സിക്കേണ്ടവർക്ക് ചികിത്സിക്കുകയും ചെയ്യാം. ചികിത്സിക്കേണ്ടവർക്ക് ചികിത്സിക്കുകയും ചെയ്യാം. ഓക്കെ, ഒരു വ്യത്യാസവുമില്ല. ചോദിക്കാം കേട്ടോ. പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് തുടർച്ച ചർച്ചയുടെ ഒരു ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ എടുത്ത് ചോദിക്കാം. ഇന്നത്തെ ക്ലാസിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാം. ഇന്നത്തെ ക്ലാസിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാം. പാസ്റ്റർ പറഞ്ഞല്ലോ, വേൾഡിൽ അബൌട്ട് 15% ഓഫ് ദ വേൾഡ് പോപ്പുലേഷനിൽ മെന്റൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട്. ആൻസൈറ്റി, ഡിപ്രഷൻ 19%. ഡിപ്രഷൻ ഉള്ള എത്ര പെർസെന്റ് വേൾഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് നിർത്തിയത്? ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ജോസഫ് സാറിന് ടെക്സ്റ്റ് ചെയ്യാം. കാരണം ഞാൻ എഴുതിയ എല്ലാ നോട്ടുകളും ഒന്നും ഞാൻ നോക്കി പറഞ്ഞിട്ടില്ല. കാരണം ഈ വിഷയങ്ങളൊക്കെ എഴുതണമെങ്കിൽ ദിവസങ്ങൾ എടുത്താലേ ഒക്കത്തുള്ളൂ. KM ജോൺ അല്ലയോ സംസാരിക്കും. ഡിപ്രഷനും ഏകദേശം ഒക്കെ ആ രൂപത്തിൽപ്പെടും. ഏകദേശം ആ രൂപത്തിൽപ്പെടും. കാരണം അനേക രോഗങ്ങൾ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഒരു 10, 15, 18% അങ്ങ് നിൽക്കും. ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദ്യങ്ങള്? ഓക്കെ, ഇത്രയും പേര് സംബന്ധിച്ചതിൽ വളരെ സന്തോഷം. റീജ ഇതിനകത്ത് ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലയോ? ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. റീജ പല ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ജോസഫ് സാറേ, എന്നാ നമുക്ക് നിർത്താം. ഓക്കെ സാറേ, ഓക്കെ സാറേ, വളരെ നന്ദിയുണ്ട്. ഇനിയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ചില പ്രത്യേക വിഷയങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയും ബോധ്യപ്പെടുത്തുകയും വേണം. അടുത്ത ബാച്ചിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി റെക്കമെൻഡ് ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ രവികുമാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. കേൾക്കാം സാറേ? കേൾക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ ദൈവമായ കർത്താവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തോടെ കർത്താവെ, ഹല്ലേലൂയ, അവൻ കർത്താവെ പ്രിയ അവൻ തോമസ് സാറിൽ കൂടി കർത്താവെ മാനസിക രോഗങ്ങളെ പറ്റിയുള്ള അവൻ ഹല്ലേലൂയ ക്ലാസ് എടുക്കാതൊക്കെവണ്ണമുള്ള കൃപ ദൈവം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടും അനേക സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ടും കർത്താവെ കേട്ട ഈ ക്ലാസ് ബൈബിൾ സ്റ്റഡി ഹല്ലേലൂയ മാനസിക രോഗങ്ങളെ, മാനസികമായ വിഷയങ്ങളെ സംബന്ധമായ കാര്യത്തിന്മേൽ അടിയങ്ങൾക്ക് കർത്താവ് നല്ലോണം പഠിക്കത്തക്കവണ്ണമുള്ള കൃപ ദൈവം തന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. അത് എങ്ങനെ എപ്രകാരം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് എപ്രകാരം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തീർക്കണമെന്നുള്ളത് വ്യക്തമാക്കിയത് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. പഠിച്ച ഓരോ ദൈവദാസന്മാർക്കും ദൈവജനങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കും. ജോസഫ് സാറിനെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ മാനിക്കണം, അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് എല്ലാ കാര്യങ്ങളും ഉചിതമായി ചെന്നമായി ഞങ്ങൾക്ക് വേണ്ടിയ നല്ല ഉപദേശങ്ങൾ തരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം. കർത്താവെ, എല്ലാവരും കർത്താവെ ഈ ക്ലാസ് മുഖാന്തരമായി
ഒരു വലിയ സാക്ഷ്യമായി തീരുവാൻ കർത്താവെ, പഴയതിലേക്കല്ല ക്രിസ്തുവിൽ പുതുക്കം പ്രാപിച്ചവരായി എല്ലാ ആത്മീയ ജീവിതം പടുത്തുയർത്തുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത് മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ഏൽപ്പിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മനും